എൻ്റെ അനുഭവം കൂടെ പറഞ്ഞിട്ട് മെസ്സേജ് അവസാനിപ്പിക്കുക. സുവിശേഷ വേല തുടങ്ങി ആത്മീയമായിട്ട് ഒക്കെ മുമ്പോട്ടിരുന്ന കാലയളവിൽ വിവാഹ ജീവിതം കഴിഞ്ഞ ദിവസം രാത്രി ബീന പ്രഗ്നൻ്റാണ്, 3 മാസമായി. ഞാൻ രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു സ്വപ്നം കാണുകയാണ്. സ്വപ്നം ഇതാണ്: ഞാൻ എൻ്റെ കടലിനകത്ത് ശരിക്കൂടെ നടന്നു പോവുകയാണ്. ഭയങ്കരമായി കടലിളകി ഇങ്ങോട്ട് വന്നു. ഒരു 50 ആൾ പൊക്കത്തിൽ വെള്ളം ഇങ്ങനെ പൊങ്ങി വരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഈ സമുദ്രത്തിൽ മുങ്ങിപ്പോയി, ഇനി ആയുസ് രക്ഷപ്പെടത്തില്ല. ഉറക്കത്തില്ല, സ്വപ്നമോ, ആയുസ് രക്ഷപ്പെടത്തില്ല എന്ന് ഞാൻ, എൻ്റെ ദൈവമേ ഇവിടെ തീർന്നല്ലോ എന്ന് ഞാൻ നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കാണുന്നൊരു കാഴ്ച, ഈ സമുദ്രത്തിൻ്റെ നടുവിലൊരു വലിയ പാറ. ആ പാറയുടെ മുകളിൽ ഞാൻ ഇരിക്കുക. കൈപൊക്കി പറയുക, ഞാൻ ജയിച്ചു എന്ന് ഞാൻ പറയുക. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, ഏതോ വലിയ തിരമാല വരുന്നുണ്ട്, പക്ഷെ ഞാൻ തകർന്നു പോകത്തില്ല. അതിന് നടുവിലൊരു പാറയുണ്ട്. ക്രിസ്തുവാകുന്ന പാറ ഉള്ളിടത്തോളം കാലം ഞാൻ തകരത്തില്ലെന്ന് ദൈവനെ ഉറപ്പിച്ചു. 3 മാസമായപ്പോൾ ബീന മീസിൽസ് വന്നു, പൊങ്കമ്പനി വന്നു. ഡോക്ടർമാർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു അബോർഷനാക്കണം, കാരണം കുഞ്ഞ് അംഗവൈകല്യമുള്ള കുഞ്ഞായിരിക്കും. ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യാൻ കഴിയത്തില്ല. പ്രാർത്ഥിച്ചു. 8 മാസമായപ്പോൾ പ്രീമച്ചുറായിട്ട് കുഞ്ഞ് ജനിച്ചു. വലിയ പ്രതിസന്ധി കൂടെ കടന്നുപോയ സമയങ്ങളെ ദൈവത്തിന് സ്തോത്രം. 6-ാം ദിവസം ഒരു ആൺകുഞ്ഞായിരുന്നു. 6-ാം ദിവസം കുഞ്ഞ് മരിച്ചുപോയി. ആദ്യത്തെ കുഞ്ഞ് ആൺകുഞ്ഞ് മരിച്ചുപോയി. അപ്പം എനിക്ക് ഈ സ്വപ്നം ഓർമ്മ വന്നു, ദർശനം ഓർമ്മ വന്നു. വലിയ കാറ്റ്, വലിയ തിരമാല വന്നാലും പാറയുടെ പുറത്ത് നിൽക്കുന്നുണ്ട്. തകരാൻ ദൈവം അനുവദിക്കത്തില്ല. പിടിച്ചു നിന്നു. നഷ്ടങ്ങളും കഷ്ടങ്ങളും ഒക്കെ വന്നെങ്കിലും പിടിച്ചു നിന്നു. അതൊരു നഷ്ടമായിരുന്നെങ്കിലും പിന്നത്തേൽ ദൈവം അതിനെല്ലാം അനുഗ്രഹമായി തീർത്തു. ആ കുഞ്ഞ് ജീവിച്ചിരുന്നെങ്കിൽ, എന്നും രോഗിയായി കട്ടിലിൽ കിടക്കുന്ന കുഞ്ഞായിട്ട് ഞാൻ കൊണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്കൊരിക്കലും സുവിശേഷ വരെ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ആ കുഞ്ഞിനെ നോക്കി 24 മണിക്കൂർ വീട്ടിലിരിക്കേണ്ട ഗതികേടുണ്ടായേനെ. പക്ഷെ ഞങ്ങളുടെ ശുശ്രൂഷ കണ്ടുകൊണ്ട് ദൈവം അന്ന് ആ കുഞ്ഞിനെ എടുത്തതാണെന്ന് പിന്നെ എനിക്ക് മനസ്സിലായി. നമുക്ക് ആദ്യമേ അറിയത്തുള്ളൂ, അവസാനം നമുക്ക് അറിയത്തില്ല. ഞാൻ ജോലി ചെയ്യുന്ന കാലത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ, അദ്ദേഹത്തിൻ്റെ കുഞ്ഞിതുപോലെ സായിപ്പിൻ്റെ ആശുപത്രിയിൽ പ്രീമച്ചുറായിട്ട് മരിച്ചുപോയി. ജനിച്ച് 2 ദിവസമായപ്പോൾ മരിച്ചുപോയി. ഞാൻ ഓടി ആശുപത്രിയിൽ ചെന്ന കുഞ്ഞിനെ അവനെ ആ സഹോദരിയെ ആശ്വസിപ്പിക്കാണ്ട് ചെന്നപ്പോൾ അവന് ഭയങ്കരമായി കരയുകയാണ്. അപ്പം ഞാനന്ന് കരയാൻ കഴിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ചു, ഇവനെന്തിനാ കരയുന്നത്? 2 ദിവസമല്ലേ ആയുള്ളൂ കുഞ്ഞുണ്ടായിട്ട്, കുഞ്ഞിനെ വളർത്തി ഒന്നുമില്ലല്ലോ, പിന്നെ അവനിങ്ങനെ കരഞ്ഞത്. അപ്പം ഞാനോട് പറഞ്ഞിട്ടാ, 2 ദിവസമല്ലേ ആയുള്ളൂ കൊച്ച് ഉണ്ടായിട്ട്, നീ കളിപ്പിച്ചും വളർത്തി ഒന്നുമില്ലല്ലോ, മരിച്ചു പോയതല്ലേ ഉള്ളൂ, വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. പിന്നെ അവനോട് പറഞ്ഞു, നീ ഇപ്പോൾ അറിയത്തില്ല എൻ്റെ കാര്യം എന്നാന്ന്, നിനക്ക് അനുഭവം ഉണ്ടാകുമ്പോഴേ അറിയത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എനിക്കൊരു അർത്ഥം മനസ്സിലായില്ല. എൻ്റെ ജീവിതത്തിൽ ആ അനുഭവം ഉണ്ടായപ്പോൾ മനസ്സിലായി അതിൻ്റെ ആഴം എത്രയാണെന്ന്. അവനവൻ്റെ ജീവിതത്തിൽ വിഷമം വരുമ്പോഴേ അതിൻ്റെ ആഴം അറിയത്തുള്ളൂ. മറ്റുള്ളവരെ നമുക്ക് പറയാനും അവർക്കെതിരെ പറയാനും ഒക്കെ വളരെ എളുപ്പമാണ്. അവനവൻ്റെ ജീവിതത്തിൽ വരുന്ന ഭാരം, മരണത്തിൽ കൂടെ കടന്നു പോയവർക്ക് മരണത്തിൻ്റെ വേദന അറിയത്തുള്ളൂ. ഓപ്പറേഷൻ കൂടെ കടന്നു പോയവർക്ക് ഓപ്പറേഷൻ വില അറിയത്തുള്ളൂ. ആമേ ദുഃഖിപ്പിക്കുന്ന, ദുഃഖത്തിൻ്റെ ഭാരത്തിൻ്റെ വിഷമങ്ങളുടെയും നടുവില്ലേ നമുക്ക് ആശ്വാസം പകരാൻ കഴിയുന്ന ദൈവം മാത്രമേ ഉള്ളെന്ന് ഓർത്തോണം. അതുകൊണ്ട് മുറിവേറ്റവർക്ക് മാത്രമേ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ കഴിയത്തുള്ളൂ. ഭർത്താക്കന്മാർ ഉള്ളവർക്ക് ഭർത്താക്കന്മാർ ഇല്ലാത്തതിൻ്റെ വിഷമം അറിയത്തില്ല. വിധവമാരായ സൗര്യന്മാർക്ക് മാത്രമേ എൻ്റെ വേദന അറിയത്തുള്ളൂ. കുഞ്ഞുങ്ങളുടെ വേർപെട്ട് പോയതിൻ്റെ വേദന അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. രോഗം വന്നവർക്ക് മാത്രമേ അതിൻ്റെ വിഷമം അറിയത്തുള്ളൂ. പ്രിയമുള്ളവരെ, ആരെക്കുറിച്ചും ഒരു നെഗറ്റീവ് കമൻറ്റ് പറയാതെ ദൈവത്തിലുള്ള ആശ്രയം വിശ്വാസമുള്ളവരായി, ധൈര്യവും ഉറപ്പുമുള്ളവരായി നമുക്കിന്ന് പാലക്കാട് ഇവിടുന്ന് സന്തോഷത്തോടെ പോകണം. ഒരു കാര്യം ഞാൻ ഉറപ്പോടെ പറഞ്ഞ് നിർത്താൻ എനിക്കിഷ്ടമില്ല, എങ്കിൽ ഞാൻ നിർത്തുകയാണ്. സ്വപ്നത്തിൽ വെളിപ്പെടുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ ജീവിതത്തിൽ കടുതിൻ്റെ നടുവിൽ, വേദന നടുവിൽ, ഭാരങ്ങളുടെ നടുവിൽ നിനക്ക് വേണ്ടി ഇറങ്ങുന്നൊരു സ്വപ്നമുണ്ട്.
നീ ഉറങ്ങുമ്പോഴും ഉറങ്ങാത്തൊരു ദൈവം നിൻ്റെ മുറിക്കകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നീ അനാഥയല്ല, നീ ഏകയല്ല, നിനക്കൊരു ഓടയവ സ്വർഗത്തിലുണ്ട്. ദൂതന്മാരെ കാവൽ നിനക്കും നിന്റെ തലമുറയ്ക്കും ചുറ്റുമുണ്ടെന്ന് ഇന്ന് പകൽ നീ തിരിച്ചറിയും. 2 കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കരങ്ങൾ വീശി നമുക്കൊരു സ്തോത്രം പറയാം. കരങ്ങൾ വീശി കർത്താവേ